നമസ്കാരം. യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ മധുര പ്രതികാരം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉരുകിത്തീരുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്ന് ഫേസ്ബുക്കിൽ വേദനയോടെ കുറിപ്പെഴുതിയ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CR മഹേഷ് പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നേതൃത്വം ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിയണം എന്ന മഹേഷിൻ്റെ പ്രസ്താവനയാണ് കുഴപ്പമായത്. വിമർശനങ്ങളെയും യൂത്ത് കോൺഗ്രസ് സംഘടനാ നടപടിയെയും തുടർന്നാണ് രാജി. പാർട്ടിയെ തിരുത്തുന്ന യൂത്ത് പാരമ്പര്യമൊക്കെ പണ്ട് ആൻ്റണിയുടെയും വയലാർ രവിയുടെയും സുധീരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത്. ഇപ്പോൾ പറഞ്ഞാൽ തിരിഞ്ഞുകൊത്തും. കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരണം. പക്ഷേ ഇതൊരു മധുരമായ ഒരു പ്രതികാരമായി. ഈ ആണുങ്ങൾക്കൊക്കെ പ്രാന്താണല്ലോ അമ്മച്ചി. കറക്റ്റ് അടി. കോൺഗ്രസ് നേതൃത്വത്തിന്, ദേശീയ നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിമർശനവും ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ AK ആൻ്റണിയും അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിന് ശക്തി പകരുന്ന നേതൃത്വമാണ്. അമ്മ കേൾക്കാൻ വേണ്ടി പറയുക, ഇവിടെ അഴിമതി നടക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല. കോൺഗ്രസ് ശക്തമാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വം ശക്തമാണ്. ഇന്നുള്ള ആവശ്യം രാഹുൽജി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ബെസ്റ്റ്. അങ്ങനെ ഒരു നിലപാടില്ല. ഞാൻ CM മഹേഷുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞതായിട്ടല്ല എന്നോട് സൂചിപ്പിച്ചത്. ആ അർത്ഥത്തിലല്ല പറഞ്ഞതെന്നാണ് എന്നോട് പറഞ്ഞത്. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? അല്ല, അത് പാടില്ലായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരസ്യമായി പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാ കാലഘട്ടത്തിലും ചില അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ അത് ഇത്തരം അഭിപ്രായങ്ങൾ പരസ്യമായി രേഖപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥമെടുക്കും. BJPക്കും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കും എതിരായി നിലവിൽ കോൺഗ്രസ് മാത്രമേ രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നുള്ളൂ. അതിൻ്റെ നേതാവാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി. അദ്ദേഹം വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന നേതാവാണ്. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴും രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ മുമ്പിൽ നിന്ന് BJPക്കെതിരായി, നരേന്ദ്രമോദിക്കെതിരായി ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കണ്ടോ, മഹേഷ് രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തുകയല്ല പുകഴ്ത്തുകയാണ് ചെയ്തത്. എന്നിട്ടും PC വിശ്വനാഥിനെ പോലുള്ളവർ മഹേഷിൻ്റെ എഴുത്തിൽ സംഘപരിവാർ അജണ്ട വരികൾക്കിടയിൽ കണ്ടെത്തി. ഇതാണ് മഹേഷിനെ കൂടുതൽ വേദനിപ്പിച്ചത്. മഹേഷ് എണീറ്റ് അടിക്കണവനെ. ഇപ്പൊ ശ്രീ PC വിശ്വനാഥ് എന്നെ കോൺഗ്രസ് പാരമ്പര്യം പഠിപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പൊ PC വിശ്വനാഥ് ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരു നിസ്സാര പ്രസ്താവനയല്ല. എന്നെ വ്യക്തിപരമായി, അത് അദ്ദേഹം വരികൾക്കിടയിലാണ് വളരെ മനോഹരമായി, വളരെ സുന്ദരമായി കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവന, അത് വില കുറഞ്ഞതാണ്. അത് ശരിയല്ല. വിഷ്ണുനാഥന് പറയാനാണെങ്കിൽ വേറെ ഭാഷയിൽ സംസാരിക്കായിരുന്നു,
സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിട്ടിരിക്കുന്ന ഞാൻ, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുമ്പോൾ അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാനാണെന്ന് പറയുമ്പോൾ പറയാതെ പറയുകയല്ലേ? അങ്ങനൊന്നും വിഷ്ണുനാഥ് അങ്ങനെ വരട്ടാനും അത്തരത്തിലുള്ള പ്രസ്താവനയായിട്ടും അതിന് അങ്ങനെ ആരെയെങ്കിലും പിന്നിൽ നിന്ന് അങ്ങനെ അനുകമ്പ പറ്റി തലചൊറിഞ്ഞ് പിന്നെ ഓശാന പാടി സ്ഥാനം വാങ്ങിച്ച് അതിലൂടെ നേടിയെടുക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ മഹേഷിന് സംഭവിച്ചത് പരാജയം ആണെന്നാണ് നമുക്കറിയാവുന്നത്. അതല്ല, മരണമാണ് സംഭവിച്ചതെന്ന് മഹേഷ്. സ്വാഭാവിക മരണമല്ല, ആസൂത്രിത കൊലപാതകം, എ കോൾഡ് ബ്ലഡ് മർഡർ. ഞാൻ കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. എൻ്റെ മരണം എൻ്റെ പരാജയം, മരണം ഒരു കൊലപാതകമായി അന്വേഷിക്കണം. അതൊരു സ്വാഭാവിക മരണമല്ല. കാരണം തെക്കൻ കേരളത്തിലെല്ലാം ഒരു ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചപ്പോഴും നാട്ടുകാർ, പാവപ്പെട്ടവർ ജയിപ്പിക്കാൻ നിന്ന ഒരു സ്ഥാനാർത്ഥിയെ പരസ്യമായി കാലുവാരി തോപ്പിച്ചിട്ടും മിണ്ടാതിരുന്നവനാണ് ഞാൻ. പരാതി കൊടുക്കാൻ പോയപ്പോൾ നേതാക്കന്മാർ പറഞ്ഞത് തോളിൽ തട്ടിയിട്ട് കോൺഗ്രസ് അല്ലേടേ ഇതൊക്കെ ഇങ്ങനെയാണ്. എന്ത് കാര്യം പറഞ്ഞാലും, എന്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും കോൺഗ്രസ് അല്ലേടേ ഇതൊക്കെ ഇങ്ങനെയാണ്, കോൺഗ്രസ് അല്ലേടേ ഇതൊക്കെ എങ്ങനെയാണ്. അങ്ങനെ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ചേട്ടൻ സൂപ്പറാ. ഇത് നേരെ പോകണം. ഇത് എൻ്റെ പരാജയം, എൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയം, ഒരന്വേഷണവുമില്ല. നാട്ടുകാർ ജയിപ്പിക്കാൻ നിന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തോൽപ്പിച്ചു. ആ വേദനയെ ഞാൻ ഉള്ളോട്. ആ വേദനയോടെ മഹേഷ് കളമൊഴിയുകയാണ്. ഇതുമാത്രമാണ് മഹേഷിന് ചെയ്യാൻ കഴിയുന്ന പ്രതികാരം, മധുര പ്രതികാരം. അപ്പോൾ ഏതായാലും ശരി, ഞാൻ തൽക്കാലം ഈ രാഷ്ട്രീയ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത്. കോൺഗ്രസ് രക്ഷപ്പെടണം, കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരണം. പക്ഷേ ഇതൊരു മധുരമായ ഒരു പ്രതികാരമായി രാഷ്ട്രീയ രംഗം വിടുകയാണ്. ഇനി എന്തെങ്കിലും തൊഴിൽ ചെയ്ത് സ്വസ്ഥം. ഇനി തൊഴിൽ കിട്ടാൻ PSC പരീക്ഷ എഴുതാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ മഹേഷേ? പറഞ്ഞതും സംഭവിച്ചതുമെല്ലാം മറക്കാം. പണ്ടൊരിക്കൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇതുപോലെ ചാനലുകൾക്ക് മുന്നിൽ രാജിവെച്ചിട്ട് പിന്നീട് രാജി പിൻവലിച്ചില്ലേ? അതുപോലെ ഇതും പിൻവലിക്കൂ. അല്ലെങ്കിൽ നഷ്ടം മഹേഷിനല്ല, കോൺഗ്രസിനാണ്. KPCCക്ക് നാഥനില്ലാതായിട്ട് 2 ആഴ്ച ആയെന്നും CR മഹേഷ് പരിതപിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനപക്ഷത്ത് നിന്ന് സമരം നയിക്കേണ്ട സംഘടന നേതൃത്വമില്ലാതെ നിശബ്ദമാവുന്നതും മഹേഷിന് സഹിക്കുന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന് നാഥനില്ലാതെ വരുന്നത്. നാഥൻ ഉടൻ വരുമെന്നാണ് പ്രതീക്ഷ. KPCCയുടെ പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള തീരുമാനം നീളുന്നതിൻ്റെ കാരണം കോൺഗ്രസ് അധ്യക്ഷ വിദേശത്തായതുകൊണ്ടാണ്, ചികിത്സാർത്ഥം. അത് 2 ദിവസത്തിനുള്ളിൽ സോണിയാഗാന്ധി തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ നിലാപന്തലിൽ വേറുതേ എന്റെ കിനാപന്തലിൽ നീണ്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഡൽഹിയിൽ നിന്ന് ICC സെക്രട്ടറി എന്നെ വിളിച്ചു എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ യാത്രയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ സാധിച്ചില്ല. ഇന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്യും. നന്ദേട്ടനായിരിക്കുമോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ക്യാമ്പസുകളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന KSUവിനെ പരസ്പരം മത്സരിപ്പിച്ച് തമ്മിലടിപ്പിച്ച് നേതൃത്വം കണ്ട് രസിക്കുകയാണെന്നും മഹേഷ് പറയുന്നു. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ സംഘടനയ്ക്ക് ഊർജ്ജസ്വലത കൈവരുമെന്നാണ് പാർട്ടിയിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി വാദിക്കുന്ന ഉമ്മൻചാണ്ടി പറയാറ്. അക്ഷരം പ്രതി അത് ശരിയാണെന്ന് ഇപ്പോൾ ജില്ലകളിൽ നടക്കുന്ന KSU സംഘടനാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നു. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലും ലാത്തിച്ചാർജിലും മാധ്യമങ്ങൾക്കു നേരെയുള്ള അക്രമത്തിലും വരെ കലാശിച്ചു. ഇതിലപ്പുറം
KSU ഉഷാറാവാനുണ്ടോ? സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നാൽ സംഘടനയ്ക്ക് കൂടുതൽ ഊർജ്ജസ്വലത വരും. താഴെ തട്ടിൽ തൊട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിന് കൂടുതൽ ശക്തി ഉണ്ടാകും, ശക്തി പകരും. അതിനകത്ത് ഇത് മൂന്നാമത്തെ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് KSUവിനും യൂത്ത് കോൺഗ്രസിനും അതിൻ്റെ ഏർപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റം അനുസരിച്ച് നടക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ടോ കാര്യത്തിൽ, അത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഞാൻ പറയുന്നു. സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നാൽ സംഘടനയ്ക്ക് കൂടുതൽ ഊർജ്ജസ്വലത വരും. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും ഉടനെ DCCയിലേക്കും KPCCയിലേക്കും ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന DCC ഓഫീസുകൾ ഒന്ന് ഉണർന്ന് ഉഷാറാവും. ഇടവേളയാണ്. മലപ്പുറം കത്തികൾ ഇടവേളയ്ക്ക് ശേഷം. മുന്നണി വിട്ടുപോയ മാണിയെ മുസ്ലിം ലീഗ് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഓപ്പണായിട്ട് മാണി സാർ തിരിച്ചു വരണം എന്ന് പറഞ്ഞ പാർട്ടിയാണ് ലീഗ് എന്ന് വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പരാജയമല്ലേ മാണിയെ ഇവിടെ തിരിച്ചു വിളിക്കേണ്ടി വന്നത്?